പത്തനാപുരത്തെ ജനങ്ങൾ മറക്കാൻ പാടില്ലായിരുന്നു. നന്ദികേടാ കാണിച്ചതല്ലേ? നന്ദികേട് അതങ്ങനെയാണല്ലോ, ഒരു ട്രെൻഡാണല്ലോ. ആര് ചെന്ന് എന്ത് കാര്യം പറഞ്ഞാലും തോളത്ത് കൈയിട്ട് അദ്ദേഹം അവരോട് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്ത് പറഞ്ഞു വിടുന്ന ഒരാളാണ്. ന്യായമല്ലാത്ത ഒരു കാര്യവുമായി അദ്ദേഹത്തെ സമീപിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇലക്ഷൻ വന്ന് ഡിക്ലെയർ ചെയ്തു, എല്ലാ റിസൾട്ട് അറിഞ്ഞല്ലോ. നിങ്ങളുടെ ആത്മയിലൊക്കെ നമ്മുടെ ഗണേഷ് കുമാർ ദയനീയമായിട്ട് തോറ്റു. അദ്ദേഹത്തിൻ്റെയൊക്കെ തോൽവിയൊക്കെ നിങ്ങളെയൊക്കെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞില്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, അദ്ദേഹം തോൽക്കേണ്ട ആളല്ല. ആ മണ്ഡലത്തിൽ ഞാൻ 25 വർഷം അദ്ദേഹം ആദ്യം പത്തനാപുരം മണ്ഡലം വെറും വളരെ പുരോഗമനമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ 2001 തോന്നുന്നു ആദ്യം MLA അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാം ഞങ്ങൾ കുറേ താരങ്ങൾ കുറച്ച് പേര് അന്ന് കണ്ട പത്തനാപുരം അല്ല 25ാമത്തെ വർഷം ഇപ്പോൾ ഉള്ളത് കറക്റ്റ്. അത് നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്നു മുക്കിലും മൂലയിലും വികസനത്തിൻ്റെ പന്ഥാവ് വെട്ടിത്തെളിച്ച ഒരു നല്ല ജനപ്രതിനിധിയാണ് ശ്രീ KB ഗണേഷ് കുമാർ. അത് പത്തനാപുരത്തെ ജനങ്ങൾ മറക്കാൻ പാടില്ലായിരുന്നു. നന്ദികേടാ കാണിച്ചതല്ലേ? നന്ദികേട് അതങ്ങനെയാണല്ലോ, ഒരു ട്രെൻഡാണല്ലോ. ജനങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ പ്രചരണ പരിപാടി സംബന്ധിക്കാൻ പോയപ്പോൾ പോലും അദ്ദേഹത്തെ ജനങ്ങളിങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു. അത് കാര്യം ലോട്ടായിട്ട് മാറി ഒരു വിജയം പ്രതീക്ഷിച്ച് ഒരിക്കൽ കൂടി ഒരു വിജയം അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചതാണ്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. അവിടുത്തെ ജനങ്ങളും അങ്ങനെ ആയിരുന്നു. അത് അവിടെ വന്ന് കണ്ടാലേ അത് മനസ്സിലാക്കുക. പിന്നെ ഒരു അഴിമതി ചെയ്യാത്ത ഒരാൾ പേഴ്സണലി പല കാര്യങ്ങളും പലരും പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ടല്ലോ. മണ്ഡലത്തിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഇത്രത്തോളം മണ്ഡലത്തിൽ തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയും ഓഫീസും ഒക്കെ. എങ്കിലും ഒരാഴ്ചയിൽ 3 ദിവസം അദ്ദേഹം പത്തനാപുരം മണ്ഡലത്തിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത്രയും കാര്യങ്ങൾ എന്തെല്ലാം വ്യത്യാസങ്ങൾ. ഒരു നല്ല ജനപ്രതിനിധി നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് പറയാൻ. കാരണം എനിക്ക് അദ്ദേഹമായിട്ടുള്ള അങ്ങനത്തെ ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത് അതെൻ്റെ ഒരു ചിലപ്പോൾ സ്വാർത്ഥതയായിട്ട് കണ്ടുപോകാം. ഇത് കേണുന്നവരും ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇതിൻ്റെ അടിയിൽ കമൻറ്റും വരും ചിലപ്പോൾ. പക്ഷേ ഞാൻ ആ കമൻറ്റ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അവരവർക്ക് അവരുടേതായ അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ആര് ചെന്ന് എന്ത് കാര്യം പറഞ്ഞാലും തോളത്ത് കൈയിട്ട് അദ്ദേഹം അവരോട് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്ത് പറഞ്ഞു വിടുന്ന ഒരാളാണ്. ഒരാവശ്യം പിന്നെ ഒരു കാര്യം ന്യായമല്ലാത്ത ഒരു കാര്യവുമായി അദ്ദേഹത്തെ സമീപിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകനോ ഒരു ജനപ്രതിനിധിയോ ഒരു മന്ത്രിയോ ആ ഒരു കാര്യം നമ്മൾ ചെന്ന് പറയുമ്പോൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അയാൾ അപ്പം അനഭിമതനാവണം ഇല്ലേ? നമ്മളെ സംവിധായകരെ പറഞ്ഞല്ലോ, ഒരു വേഷം ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ ആ പടം മോശം അവൻ തന്നെ ആദ്യം പറയും. വേഷം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഭയങ്കര പടം, അത് കാണേണ്ട പടമാണെന്ന് പറയും. എന്നതുപോലെയാണ് ഒരു മന്ത്രി എടുത്ത് നിന്ന് കാര്യം പറഞ്ഞാൽ അത് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന ന്യായയുക്തമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് കൂടെ തോന്നണം. ഏത് മന്ത്രിയായിരുന്നാലും തോന്നുമ്പോൾ അവരതിന് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ ആണ് അതിന് ശരിക്കുമുള്ളൊരു ന്യായം വരുന്നത്. നിങ്ങളുടെ സംഘടനയുള്ളവരുടെ എല്ലാം പൊതു അഭിപ്രായം ഇത് തന്നെയാണല്ലേ? എന്താണ് ഈ ഒരു അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും. പിന്നെ അദ്ദേഹം സംഘടനയൊന്നും അദ്ദേഹം രാഷ്ട്രീയമൊന്നും കലർത്തിയിട്ടില്ല. സംഘടനയിലൂടെ വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമമോ അങ്ങനെ ഒന്നും സ്വകാര്യ സംഭാഷണ വേളകളിൽ പോലും അദ്ദേഹം ഒരിക്കൽ പോലും ആ തരത്തിലുള്ളൊരു സംഭാഷണം അങ്ങനെയൊന്നുമല്ല. നമ്മളെല്ലാം അറിഞ്ഞു പോവുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡൻ്റാണ്, ഫൗണ്ടർ പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരിടത്ത് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ഏത് കാര്യം വരുന്നാലും നമ്മൾ അദ്ദേഹത്തോടൊപ്പം എല്ലാ കാര്യത്തിലും നിൽക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മൾ കാണിക്കണമല്ലോ. നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ആ സ്നേഹം കൊടുക്കണ്ടേ. പിന്നെ വേറെ ഒന്നും പറയാൻ നമ്മളെ സംബന്ധിച്ചില്ല. നല്ലൊരു ജനകീയനായ ഒരാളാണ്. അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ല. അദ്ദേഹം നല്ല രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളാണ്. 5000 വിഷയമായത്. 5000 കാമുകിമാരുണ്ടെന്ന് പറഞ്ഞാണ് വിഷയമായത്. എന്തോ അതറിയില്ല. അതൊക്കെ ചുമ്മാ പുള്ളി വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ ഇല്ല. ഇവിടെ നിനക്ക് എത്ര കാമുകിമാരുണ്ടെന്ന് ചോദിച്ചാൽ 5000. ആ ലാഘവത്തിലേ അത് കാണാവൂ. പക്ഷെ അത് ഇലക്ഷനല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ മുതലെടുത്തു. അത് സത്യമാണ് അല്ലേ? പിന്നെ അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് മാറി. അത് ഇലക്ഷനാണ്. ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്ക് അധികാരത്തിൽ കയറാൻ വേണ്ടി അവരെന്ത് കുതന്ത്രവും പ്രയോഗിക്കാം. രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങൾ നല്ലതാണ്, പക്ഷെ കുതന്ത്രങ്ങൾ അത് എന്നും നിലനിൽക്കില്ല. എന്തായാലും 10,000 നഷ്ടപ്പെട്ടത് അവർ തന്നെ അനുഭവിച്ച് തീർക്കട്ടെ അല്ലേ? ഏതാ 10,000 നഷ്ടപ്പെട്ടത് അവർ തന്നെ അനുഭവിച്ച് തീർക്കട്ടെ. അത് അവർ തിരിച്ചറിയും. ഇനിയിപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന ആൾ ഗംഭീരമാക്കി എടുക്കാൻ ശ്രമിക്കും. ഇതിനകത്തൊരു മത്സര ബുദ്ധി വരുമല്ലോ. എങ്ങനെയായാലും പത്തനാപുരം നിയോജക മണ്ഡലം
നന്നാവട്ടെ. അതെ, അത്രേ ഉള്ളൂ. ആര് വഴിയായാലും ആര് വഴിയായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദങ്ങളായ ഇത് ചെയ്യണം. പക്ഷെ അവർ അതും ഇതും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് നല്ലത്, നന്നായിരുന്നു എന്ന് അവർ തിരിച്ചറിയും. അത്രേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്. ഈ ഇലക്ഷൻ സമയത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. നോക്കിയിരിക്കുകയില്ല ഏത് സ്ഥാനാർത്ഥിയിൽ നിന്നും എന്ത് പിഴവ് വരും അതിനെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാം. അത് ഇലക്ഷൻ സമയത്തുണ്ടാകുന്ന എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.